പലരും പല രീതിയിലാണ് നൈസ് പത്തിരി ഉണ്ടാക്കാറുള്ളത്. എന്നാൽ ഞാൻ സാധാരണയായി വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ പത്തിരി ഉണ്ടാക്കുമ്പോൾ പൊടി വാട്ടിയിട്ട് ഒരുപാട് സമയം വേസ്റ്റ് ആക്കാറില്ല. ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഞാനിവിടെ യൂസ് ചെയ്യാറുള്ളത്. പത്തിരി ഉണ്ടാക്കാനായി ഞാനിവിടെ സാധാരണയായി നൈസിൻ്റെ പത്തിരിപ്പൊടിയാണ് യൂസ് ചെയ്യാറ്. എനിക്ക് ഈ ഒരു പൊടിയിലാണ് പത്തിരി ഉണ്ടാക്കാൻ കൂടുതൽ ഇഷ്ടം. പത്തിരി എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഈ ഒരു പൊടിയിലാണ്. അതുകൊണ്ടാണ് ഒരുപാട് വർഷമായിട്ട് ഞാൻ ഈ ഒരു പൊടിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത്. നൈസ് പത്തിരി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് പൊടിയിട്ട് വാട്ടിയെടുത്തിട്ടാണ്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇനി ഇത് കുഴച്ചെടുക്കാം. ഞാൻ സാധാരണ പച്ചവെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കരുത്, പത്തിരി പൊങ്ങില്ല. ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കാം. ആവശ്യാനുസരണം മാത്രം വെള്ളം ഒഴിക്കുക. വെള്ളം കൂടിപ്പോയാൽ പത്തിരി റെഡിയാവില്ല. ഈ ഒരു പാകത്തിൽ കുഴച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ കുഴച്ച് കഴിയും. ഇതാണ് മാവിൻ്റെ പാകം. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ പൊടിഞ്ഞാണ് വരിക. ആവശ്യത്തിന് വെള്ളമായ ഇതുപോലെ മയത്തിൽ കിട്ടും. ഇനി ഇത് ഉരുളകളായിട്ട് എടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഗുണം നമുക്ക് ഒരുപാട് പാത്രങ്ങളൊന്നും കഴുകാനുണ്ടാവില്ല. ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാൻ കുഴച്ച് ഇതേപോലെ വെക്കുന്നത്. മാവൊക്കെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ ഇതിനകത്ത് വെക്കും. പൊടിയൊന്നും ഇടാറില്ല. പിന്നെ ഈ ഉരുള ഇങ്ങനെ വെച്ചിട്ട് അടുത്ത കവറും കൂടി അതിന് മുകളിൽ വെക്കും. ഇനി ഇത് പ്രസ് ചെയ്യാം. ഇത് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ട് മാറ്റിയിട്ട് ഫ്രൈ പാനിലേക്ക് ഈ പത്തിരി ഇട്ട് കൊടുക്കാം. ഇച്ചിരി പ്ലാസ്റ്റിക് എടുത്ത് മറ്റേ കൈ കൊണ്ട് പത്തിരി എടുത്ത് ഫ്രൈ പാനിൽ ഇട്ട് കൊടുക്കണം. ഫ്രൈ പാനിലിട്ട് ഇച്ചിരി കഴിയുമ്പോൾ അതിനൊരു മൂവ്മെൻറ്റ്സ് വരും. അപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോഴത്തേക്കും ആദ്യം തിരിച്ചിട്ട പത്തിരിക്ക് അപ്പുറത്ത് ബബിൾസ് വരും. അപ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്താൽ അത് ഇതുപോലെ പൊങ്ങി വരും. ഇതുപോലെ വളരെ എളുപ്പത്തിൽ പത്തിരി ഉണ്ടാക്കി എടുക്കാം. ഇതിൻ്റെ ഫുൾ വീഡിയോ വേണ്ടവർക്ക് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക.